ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭയായി ഹോശാന ഞായറായി കൊണ്ടാടുന്ന ഈ ദിനത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാകുന്നു. യെരുശലേമിലേക്കുള്ള യേശു കർത്താവിൻ്റെ രാജകീയ പ്രവേശനമാണ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 9 അധ്യായം 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ജയശാലിയായി രംഗപ്രവേശനം ചെയ്യുമ്പോഴും തൻ്റെ താഴ്മയുടെ ഭാവം ഒട്ടും കൈവിടാതെ കഴുതപ്പുറത്താണ് ആഗതനാകുന്നത്. പ്രവചന പൂർത്തീകരണത്തോടൊപ്പം ഒരു സൗമ്യനായ രാജാവിനെ എടുത്തു കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തുടർന്ന് 12-13 വാക്യങ്ങളിൽ ഒരു ദേവാലയ ശുചീകരണം നമുക്ക് ദർശിക്കാം. സ്വന്തം പിതാവിൻ്റെ ആലയം കച്ചവട കേന്ദ്രമായി മാറുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു പുത്രൻ്റെ രോഷമാണ് യേശുവിൻ്റെ ഈ റിയാക്ഷൻ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്നാണ് യേശുവോട് പറയുന്നത്. ഈ വചനങ്ങൾക്ക് ഇക്കാലയളവിൽ പ്രസക്തി ഏറി വരികയാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളിലും ആരാധിക്കുവാനാളില്ലാതെ ദേവാലയങ്ങൾ ഹോട്ടലുകളും ബാറുകളും കച്ചവട കേന്ദ്രങ്ങളുമായി മാറ്റപ്പെടുന്നു. നമ്മുടെ ദൈവത്തിന് വളരെ വേദനയുളവാക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇന്നീ ലോകത്തിലെ യുവതലമുറയിൽ പലരും ദൈവാരാധനയിൽ നിന്ന് മാറി നടക്കുകയാണ്. ഇത് തുടർന്നു പോയാൽ ആരാധനയെ സംബന്ധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നാൽ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ പ്രതിഭാസം നാളെ നമ്മുടെ അടുത്തും വന്നേക്കാം. അത് വരാതിരിക്കുവാൻ ദൈവമക്കളായ നമ്മൾ കഴിവതും ദൈവാലയ സംസർഗത്തിൽ കഴിയുവാൻ ശ്രദ്ധിക്കണം. ഹോശാന പീഡാനുഭവ വാരത്തിൻ്റെ പടിവാതിലാണ്. ഹോശാന എന്ന വാക്കിനർത്ഥം രക്ഷിക്ക എന്നാകുന്നു. ഞങ്ങളെ രക്ഷിക്ക എന്ന് ജനം പറഞ്ഞത് നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ അവനെ ക്രൂശിക്ക എന്നലറുന്ന ജനത്തെ നമുക്ക് കേവലം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദർശിക്കാവുന്നതാണ്. ഹോശന്ന എന്ന് വിളിച്ച എല്ലാ ജനങ്ങളും ക്രൂശിക്ക എന്ന് വിളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും അതിൽ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. യേശു പറഞ്ഞ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെട്ടും തെറ്റിദ്ധാരണകൾ കൊണ്ടും ഒരു വിഭാഗം ജനത്തെ തെറ്റിക്കുവാൻ അന്നത്തെ നേതാക്കൾക്കായി എന്ന് വേണം കരുതാൻ. ഇതേ പ്രവണത നാം പലപ്പോഴായി പലയിടത്തും കാണുന്നുണ്ട്. വാക്കുകൾ വളച്ചൊടിച്ചും ആരോപണങ്ങൾ കൊണ്ടും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇന്നത്തെ സോഷ്യൽ മീഡിയയും അതിൽ വളരെയധികം പങ്കുവഹിക്കുകയാണ്. അത് അപ്പാടെ വിശ്വസിക്കാതെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. അങ്ങനെ വിവേകപൂർവ്വം ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.